ക്രിക്കറ്റിൽ ഔട്ടാകുമ്പോൾ അമ്പയർക്ക് കാഴ്ചയില്ല എന്ന് പരാതി പറയുന്നത് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ പോട്ടെ, അമ്പയർ സംഖ്യ ആയതുകൊണ്ടാണ് ഔട്ടായതെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. നല്ല ഫ്രഷ് തന്ത്രമല്ലേ? ഇപ്പോൾ ദില്ലി രാഷ്ട്രീയത്തിലും ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു നാറിയ തന്ത്രം പയറ്റുകയാണ് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. വിധി അനുകൂലമാണെങ്കിൽ ജഡ്ജിക്ക് അഭിനന്ദനം. ഇനി വിധി എതിരാകുമെന്ന് സംശയം തോന്നിയാലോ ഉടനെ വരും ജഡ്ജിക്ക് RSS ബന്ധമുണ്ടെന്നുള്ള ആരോപണം. ദില്ലി മദ്യനയ കേസിൽ കേൾക്കുന്ന ഈ പുതിയ വാദം വെറുമൊരു നിയമ പോരാട്ടമാണോ അതോ ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണോ എന്നറിയില്ല. ദില്ലി മദ്യനയ കേസിൽ വാദം കേൾക്കുന്ന ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാന ആവശ്യം. ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജഡ്ജി RSSുമായി ബന്ധമുള്ള ഒരു സംഘടനയുടെ, RSSുമായി ബന്ധമുള്ള ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ 4 തവണ പങ്കെടുത്തു എന്നതാണ് കെജ്രിവാളിന്റെ ആരോപണം. താൻ ഇത്തരം ആശയങ്ങളെ എതിർക്കുന്ന ആളായതിനാൽ തനിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകില്ല എന്ന ആശങ്കയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ വാസ്തവത്തിൽ വിധിന്യായങ്ങളിൽ വളരെ മികച്ച റെക്കോർഡുള്ള ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ. ആ റെക്കോർഡല്ലേ നമ്മൾ നോക്കേണ്ടത്. ദില്ലി മദ്യനയ കേസിൽ വിചാരണ കോടതി കെജ്രിവാളിനെയും മറ്റുള്ളവരെയും നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇതിനെതിരെ CBI നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ച്. CBIയുടെ വാദങ്ങൾ മാത്രമാണ് കോടതി കേൾക്കുന്നത് എന്നാരോപിച്ചാണ് ജഡ്ജിക്കെതിരെ കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ നിരവധി ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാർ അഭിഭാഷക സംഘടനകളുടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്നും അതുകൊണ്ട് മാത്രം അവർക്ക് പക്ഷപാതം ഉണ്ടെന്ന് പറയാനാകില്ല എന്നുമാണ് ഇതിന് മറുപടിയായി കോടതിയിൽ CBI വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു സാധാരണ നിയമ പ്രശ്നമല്ലെന്നും മറിച്ച് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്ത് ജനങ്ങളിൽ അവിശ്വാസം ഉണ്ടാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന തന്ത്രം. തനിക്കെതിരെ വരുന്ന ഏത് വിധിയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കാൻ ഈ നീക്കം കെജ്രിവാളിനെ സഹായിക്കും. പോരാത്തതിന് ഇന്ത്യയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്ത് വലിയൊരു സാമൂഹിക കലാപത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ അമേരിക്കയിലെ ചില ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ വൈകാതെ രാജ്യത്ത് ഒരു വലിയ സാമൂഹിക കലാപം ഉണ്ടായേക്കാം എന്നൊരു റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേസിന്റെ വസ്തുതകളെക്കാൾ ജഡ്ജിയുടെ പശ്ചാത്തലത്തിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നത് നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കോടതി വിധികൾ അനുകൂലമാകുമ്പോൾ മൗനം പാലിക്കുകയും പ്രതികൂലമാകുമ്പോൾ ജഡ്ജിമാരുടെ രാഷ്ട്രീയ ചായ് വളക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് അത്ര ഗുണം ചെയ്യില്ല. രാഷ്ട്രീയത്തിലെ വടംവലികൾ കോടതി മുറിക്കുള്ളിലെ വിശ്വാസത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ. ദുഷ്ടസൃഷ്ടിയാണ്.